അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. 2 മലയാളികളായ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതുമായി ബന്ധപ്പെട്ട വിവിധ വാർത്തകൾ രാവിലെ മുതൽ വരുന്നത് അറിയാം. അവരുടെ ജാമ്യ ഹർജി സെഷൻസ് കോടതി ഇപ്പോൾ തള്ളി. അതിനുശേഷം NIA കോടതിയെ സമീപിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. അതനുസരിച്ച് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ എന്നതിലാണ് വലിയ ആശങ്ക തുടരുന്നത്. അനൂപ് ദാസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. അനൂപ് ദാസ്, നിലവിൽ നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ത്? ഈ കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർക്ക് എന്താണ് പറയാനുള്ളത്? ഇതാ MLA മാർ, കേരളത്തിൽ നിന്നുള്ള MLA മാർ, ഒപ്പം തന്നെ ഈ കന്യാസ്ത്രീമാരുടെ സഹോദരങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അവരോട് നമുക്കിപ്പോൾ സംസാരിക്കാം. അവർ നമുക്കിപ്പോൾ ചേരുകയാണ്. വന്ദന സിസ്റ്ററുടെ കോടതി വിശ്വാസമുണ്ട്, തീർച്ചയായിട്ടും ഇത് തെളിയിക്കപ്പെടും. പിന്നെ കോടതിയെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, എല്ലാം തെളിയിക്കപ്പെടും, അത്ര പറയാനുള്ളൂ. അകത്ത് സിസ്റ്റർ എന്താ പറയുന്നത്? നല്ല ആത്മവിശ്വാസമുണ്ട്, പിന്നെ കുഴപ്പമൊന്നുമില്ല. ഉദ്യോഗസ്ഥരും എല്ലാരും നല്ല രീതിയിൽ പെരുമാറുന്നു. അവര് സന്തോഷമായിട്ടിരിക്കുന്നു. നമുക്കാണ് വിഷമം, കണ്ടിട്ട് പോകുന്നു. നമുക്കാണ്. കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യമൊന്നും പറയാനില്ല അതേപ്പറ്റി. അത് MLA മാര് നമുക്കിപ്പോ ചേരുകയാണ്. എന്താണ് അവർ രണ്ടുപേരും പറയുന്നത്? അവരിന്ന് പുറത്തിറങ്ങാൻ സാധിക്കും, ജാമ്യം ലഭിക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലെ പ്രതീക്ഷയിലായിരുന്നു, പ്രാർത്ഥനയിലുമായിരുന്നു എല്ലാവരും. പക്ഷേ ഇന്നത് ലഭിച്ചില്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ചെയ്യാത്ത തെറ്റിന്, മനസ്സിൽ വിചാരിക്കുക പോലും ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിരപരാധികളായിട്ടുള്ള 2 കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏറെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് പൂർണ്ണമായിട്ടും നിരപരാധികളായിട്ടുള്ള ആളുകൾ, അവർക്ക് ഉത്തമ ബോധ്യമുണ്ട് അവർ ചെയ്ത കാര്യത്തെ സംബന്ധിച്ച്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് ഒരു ജനാധിപത്യ രാജ്യത്ത് അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വരുന്നതിന്റെ സ്വാഭാവികമായിട്ടുള്ള നല്ല വിഷമമുണ്ട്. പിന്നെ മാത്രവുമല്ല 53 പേരാണ് ഒരു സെല്ലിനകത്ത് കിടക്കുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും കൃത്യമായിട്ട് കിടക്കാൻ പോലുള്ള സൗകര്യം